വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ജൂനിയർ അക്കൗണ്ടന്റിന്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇനി BCom ബേസ് ചെയ്തിട്ട് സബ്ജക്ട് മാത്രമായിട്ട് കേരള PSCയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ വരുമോ? ഇതാണ് അറിയണ്ടേ. ഈ ഒരു മാറ്റർ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് പ്രീമിയം കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് കൊമേഴ്സ് ബേസ് ചെയ്തിട്ട് വരാൻ പോകുന്നത് MCom ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, MCOMും നെറ്റും ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് കോമേഴ്സ് കോളേജ് എഡ്യൂക്കേഷന്റെ ഈ 2 എക്സാംസ് ആണ് വരാൻ പോകുന്നത്. നമ്മൾ ഈ 2 കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് പ്രീമിയം കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ BCom ബേസ് ചെയ്തിട്ട് ഇതിനേക്കാൾ മുമ്പ് നടന്നിട്ടുള്ള എക്സാംസിന്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്കൊന്ന് പോകാം. 2022 ജൂനിയർ അക്കൗണ്ടന്റ് 610, 611 കാറ്റഗറി എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. 2022 അതിനുശേഷം 2023 തന്നെ ഓഫീസ് അസിസ്റ്റന്റിന്റെ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷം ഗ്യാപ്പിനുള്ളിൽ തന്നെ പിന്നെയും PSC വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓഫീസ് അസിസ്റ്റന്റ് ആണ്, സെയിം സിലബസ് തന്നെ. അതിനുശേഷം പിന്നെ വിളിച്ചത് 23 ശേഷം 25 KFC അസിസ്റ്റന്റിന്റെ എക്സാം നടന്നത്. 24 വിളിച്ച എക്സാം നടന്നതാണ് ഞാൻ പറയുന്നത്, 25. അപ്പോൾ അവിടെ ഒരു 2 വർഷത്തെ ഗ്യാപ്പ്. ദെൻ ഇപ്പോ വീണ്ടും 2026 ജൂനിയർ അക്കൗണ്ടന്റിന്റെ എക്സാം വീണ്ടും നടന്നു. അപ്പോൾ ഏകദേശം ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തെ ഗ്യാപ്പിനുള്ളിൽ പുതിയ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ വേക്കൻസീസ് ഫില്ല് ചെയ്ത് നമുക്ക് പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നുകിൽ ജൂനിയർ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പോസ്റ്റുകളിലോട്ട് ഒരു പെർട്ടിക്കുലർ കോർപ്പറേഷൻസിന്റെ സെപ്പറേറ്റ് വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഗ്യാപ്പ് വരുന്നത് 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ ഇതിനുള്ളിൽ നമുക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻസ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് 3 വർഷത്തെ കാലാവധി ഉണ്ടായിരിക്കും. ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് 3 വർഷം ഏകദേശം കഴിയാറാവുമ്പോഴാണ് അടുത്ത് വിളിക്കുക. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് എന്തായാലും നിങ്ങൾ മനസ്സിൽ കണ്ടോളൂ. ഇനി പുതിയതൊരെണ്ണം വിളിക്കണമെങ്കിലുള്ള ഒരു ഡ്യൂറേഷൻ അത്രത്തോളം വരും. ഓക്കെ, അതിനേക്കാൾ മുമ്പ് ഈ സെയിം സിലബസിൽ മറ്റ് പോസ്റ്റുകൾ വിളിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നത്. ജൂനിയർ അക്കൗണ്ടന്റും അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ KFC അസിസ്റ്റന്റ്, ഇതൊക്കെയാണ് നമ്മൾ ഈ സെയിം സിലബസിൽ കണ്ടുവന്നിട്ടുള്ള പോസ്റ്റുകൾ. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും വരികയാണെങ്കിൽ നിർബന്ധമായും നമ്മൾ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സബ്ജക്ട് ബേസ് ചെയ്തിട്ടുള്ള PSCയിലോട്ട് നിങ്ങൾ നിർബന്ധമായും കൂടുതൽ ഫോക്കസ് കൊടുക്കണം. നിങ്ങൾ ജനറൽ PSCയിലോട്ട് പോകുമ്പോൾ സമുദ്രത്തിലോട്ട് ഇറങ്ങുന്ന പോലെയാ, ഒരു അന്തം കുന്തില്ലാത്ത പോലെയാ. നേരെ മറിച്ച് നിങ്ങൾ സബ്ജക്റ്റിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ കുറച്ചും കൂടിയും ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റിലോട്ട് കയറാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ BComന്റെ കാര്യമാണ് പറഞ്ഞത്. MCom ബേസ് ചെയ്തിട്ടും നല്ല പോസ്റ്റുകൾ, MCom ആകുമ്പോൾ കുറച്ചും കൂടിയും നല്ല പോസ്റ്റുകളിലോട്ട് നിങ്ങൾക്ക് കയറാൻ സാധിക്കും. അപ്പോൾ അതിലോട്ടും നിങ്ങൾ ഫോക്കസ് നിർബന്ധമായും കൊടുത്തിരിക്കണം. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ആണെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.